നെക്സ്റ്റ് വരുന്നത് പ്രിവെൻറ്റീവ് മെഡിസിൻ സർവീസസ്. എൻ്റെ പേജ് മറിച്ചിട്ടായിരിക്കും. പ്രിവെൻറ്റീവ് മെഡിസിൻ സർവീസസ്. ദ ഫോളോയിങ് കോഡ്സ് ആർ യൂസ്ഡ് ടു റിപ്പോർട്ട് പ്രിവെൻറ്റീവ് മെഡിസിൻ സർവീസസ് ഓഫ് ഇൻഫാൻസ്, ചിൽഡ്രൻ, അഡോളസൻസ് ആൻഡ് അഡൽട്ട്. The extent and focus of services will largely depend upon age of the patient. അപ്പോൾ നമുക്കിവിടെ കോഡുകൾ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ കാണും. ന്യൂ പേഷ്യൻ്റ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കാണാൻ പറ്റും. എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കാണാൻ പറ്റും. നമ്മൾ കോഡുകൾ കൊടുക്കുന്നത് ഏജിനെ ബേസ് ചെയ്തിട്ടാണ്. ന്യൂ പേഷ്യൻ്റ് ആണോ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണോ എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ കോഡുകളിലും നിങ്ങൾക്ക് അവിടെ ഏജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കാണാം. അവിടെ ആ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ ഒരു മോഡിഫയർ 25ൻ്റെ കാര്യം പറയുന്നുണ്ട്. ഷുഡ് ബി ആഡഡ് ടു ഓഫീസ് ഓർ അതർ ഔട്ട് പേഷ്യൻ്റ് കോഡ് to indicate that a significant separately identifiable E&M service was provided on the same day as preventive medicine service. The appropriate preventive medicine service is additionally reported. അപ്പോൾ നമ്മളടുത്ത് പറയാണ് പ്രിവെൻറ്റീവ് മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് തന്നെ അന്ന് തന്നെ വേറൊരു E&M സർവീസും കൂടെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു E&M സർവീസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മോഡിഫയർ 25 റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, മോഡിഫൈഡ് 25 റിപ്പോർട്ട് ചെയ്യുക, കോമ, അതിനുശേഷം നമ്മൾ അപ്രോപ്രിയേറ്റ് പ്രിവെൻറ്റീവ് മെഡിസിൻ സർവീസ് അഡീഷണലി റിപ്പോർട്ട് ചെയ്യുക. രണ്ടാമതായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രിവെൻറ്റീവ് മെഡിസിൻ സർവീസസിൻ്റെ കോഡ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ 25 മോഡിഫയർ പഠിച്ചിട്ടുണ്ടാവും. സിഗ്നിഫിക്കൻ്റ്ലി ഐഡൻറ്റിഫയബിൾ E&M സർവീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ സെയിം ഡേയിൽ തന്നെ E&M സർവീസും ചെയ്തിട്ടുണ്ട്, അന്ന് തന്നെ പ്രിവെൻറ്റീവ് മെഡിസിൻ എടുക്കാനും വന്നതാണെങ്കിൽ നമ്മൾ E&M സർവീസിൻ്റെ കൂടെ 25 മോഡിഫയർ ഇട്ട് കൊടുക്കണം. ആൻഡ് അതിന് ശേഷം നമ്മൾ പ്രിവെൻറ്റീവ് മെഡിസിൻ്റെ കോഡും കൂടെ ഇട്ട് കൊടുക്കണം. അതുപോലെ അവിടെ താഴെ ഒരു പാരഗ്രാഫ് പറയുന്നുണ്ട്. വാക്സിൻ ഓർ ടോക്സോയിഡ് പ്രൊഡക്ട്സ്, ഇമ്മ്യൂണൈസേഷൻ അഡ്മിനിസ്ട്രേഷൻസ്, ആൻസിലറി സ്റ്റഡീസ് ഇൻവോൾവിംഗ് ലബോറട്ടറി റേഡിയോളജി ആൻഡ് അതർ പ്രൊസീജിയേഴ്സ് ഓർ സ്ക്രീനിങ് ടെസ്റ്റ് ഐഡൻറ്റിഫൈഡ് വിത്ത് സ്പെസിഫിക് CPT കോഡ്സ് ആർ റിപ്പോർട്ടഡ് സെപ്പറേറ്റ്ലി. അപ്പോൾ പേഷ്യൻ്റ് വന്നത് പ്രിവെൻറ്റീവ് മെഡിസിൻ ആണ്, വാക്സിൻ എടുക്കാനാണ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പ്രിവെൻറ്റീവ് മെഡിസിൻ്റെ കോഡും കൊടുക്കണം. വാക്സിൻ അല്ലെങ്കിൽ ടോക്സോയിഡ് പ്രൊഡക്റ്റോ ഏതൊക്കെയാണ്, ഇമ്മ്യൂണൈസേഷൻ ആണെങ്കിൽ അതിനൊക്കെ നമുക്ക് CPT കോഡുകളുണ്ട് അല്ലേ, മെഡിസിനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് കോഡ് റിപ്പോർട്ട് ചെയ്യുകയും വേണം. ഓക്കെ, പ്രിവെൻറ്റീവ് മെഡിസിന് വന്നിട്ടുണ്ട്, ഇതുമാണ് വന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിൻ്റെ പുറമെ ഈ ഒരു പ്രിവെൻറ്റീവ് മെഡിസിൻ സർവീസസിൻ്റെ കോഡ്സിൻ്റെ പുറമെ നമ്മൾ അതും കൂടെ റിപ്പോർട്ട് ചെയ്യണം. കോഡുകളുള്ളതാണെങ്കിൽ, ഇല്ലാത്തതാണെങ്കിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യേണ്ട, ഇത് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. ദെൻ ന്യൂ പേഷ്യൻറ്റ്, രണ്ട് ഹെഡിങ്ങാന്ന് ഞാൻ പറഞ്ഞു. ന്യൂ പേഷ്യൻറ്റും എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റും. ന്യൂ പേഷ്യൻറ്റിൽ 99381 ഇനീഷ്യൽ കോംപ്രിഹെൻസീവ് പ്രിവെൻറ്റീവ് മെഡിസിൻ ആണ്. ആൻഡ് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻക്ലൂഡിങ് ആൻ ഏജ് ആൻഡ് ജെൻഡർ അപ്രോപ്രിയേറ്റ് ഹിസ്റ്ററി, എക്സാമിനേഷൻ, കൗൺസിലിംഗ് അങ്ങനൊന്നും വേണമെന്നില്ല. ന്യൂ പേഷ്യൻ്റ് ആണ്, ഇൻഫാൻ്റ് ആണ്, ഏജിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇൻഫാൻ്റ് എന്ന് പറയുമ്പം യങ്ങർ ദാൻ 1 year. 382 ഏർലി ചൈൽഡ്ഹുഡ്, ഏജ് 1 through 4 years, 4 വയസ്സ് വരെ ആണ്, 1 വയസ്സ് തൊട്ട് 4 വയസ്സ് വരെ. 383 5 വയസ്സ് മുതൽ 11 വരെ. 384 12 to 17 years. 385 18 to 39 years. 386 40 to 64 years. 387 65 years and older. നേരെ ഏജിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. എസ്റ്റാബ്ലിഷ്ഡിലും സെയിം ആണ്, എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? സെയിം ആണ്, ഏജിനെ ബേസ് ചെയ്തിട്ടാണ് കോഡുകൾ കൊടുത്തത്. നെക്സ്റ്റ് വരുന്നത് കൗൺസിലിംഗ്, റിസ്ക് ഫാക്ടർ റിഡക്ഷൻ ആൻഡ് ബിഹേവിയർ ചേഞ്ച് ഇൻ്റർവെൻഷൻ. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഫസ്റ്റ് ന്യൂ ഓർ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ 3 രീതിയിലാണ് അവിടെ നമ്മൾ പ്രിവെൻറ്റീവ് മെഡിസിൻ കൗൺസിലിംഗ് കൊടുക്കുന്നത്. പ്രിവെൻറ്റീവ് മെഡിസിൻ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് കാണാൻ പറ്റും, ബിഹേവിയർ ചേഞ്ച് ഇൻ്റർവെൻഷൻസ് ഇൻഡിവിജ്വൽസ് കാണാൻ പറ്റും, ആൻഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ ഗ്രൂപ്പ് കൗൺസിലിംഗ്. 3 രീതിയിലാണ് നമ്മൾ പ്രിവെൻറ്റീവ് മെഡിസിൻ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ഈ ഫസ്റ്റ് സെൻറ്റൻസ് ഒന്ന് മാർക്ക് ചെയ്യുക. ദീസ് കോഡ്സ് ആർ യൂസ്ഡ് ടു റിപ്പോർട്ട് സർവീസസ് പ്രൊവൈഡഡ് ഫേസ് ടു ഫേസ് ബൈ എ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊമോട്ടിംഗ് ഹെൽത്ത് ആൻഡ് പ്രിവെൻറ്റിംഗ് ഇൽനെസ് ഓർ ഇഞ്ചുറി. അപ്പോൾ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ ഇൽനെസ് ഓർ ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിസ്ക് ഫാക്ടർ റിഡക്ഷൻ കൗൺസിലിംഗ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു മോഡിഫയർ 25ൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു E&M സർവീസ് അന്ന് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു E&M സർവീസിൻ്റെ കൂടെ നമ്മൾ മോഡിഫയർ 25ഉം കൂടെ ആഡ് ചെയ്യണം. ഈ മോഡിഫയർ 25 പറയുന്ന സെഷൻസിൽ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? 25 റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് അത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്.
ദെൻ അവിടെ താഴെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ബിഹേവിയർ ചേഞ്ച് ഇൻ്റർവെൻഷൻസ് ആർ ഫോർ പീപ്പിൾ ഹൂ ഹാവ് എ ബിഹേവിയർ ദാറ്റ് ഈസ് ഓഫൺ കൺസിഡേർഡ് ആൻ ഇൽനെസ് ഇറ്റ് സെൽഫ് സച്ച് ആസ് ടൊബാക്കോ യൂസ് ആൻഡ് അഡിക്ഷൻ, സബ്സ്റ്റൻസ് യൂസ്, മിസ്യൂസ് ഓർ ഒബെസിറ്റി. അപ്പോൾ ബിഹേവിയർ ചേഞ്ച് ഇൻ്റർവെൻഷൻസ് ആർക്കൊക്കെയാണ് നമ്മൾ കൊടുക്കുക? ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റം വരുന്നത്, അതായത് ഇപ്പോൾ ടൊബാക്കോ യൂസ്, അഡിക്ഷൻസ്, ആൽക്കഹോൾ അഡിക്ഷൻസ് ഒക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ബിഹേവിയർ ചേഞ്ച് ഇൻ്റർവെൻഷൻസ് കൊടുക്കുക. സബ്സ്റ്റൻസ് യൂസ് ഓർ മിസ്യൂസ്, അതുപോലെ ഒബെസിറ്റി. അപ്പോൾ ഒരു പോയിന്റ് ഓർത്തിരിക്കേണ്ടത്, ഒബെസിറ്റി എന്ന് പറഞ്ഞാൽ ബിഹേവിയർ ചേഞ്ച് ഇൻ്റർവെൻഷനാണ് നമ്മൾ കൊടുക്കുക. വെറുതെ നമുക്ക് ആൽക്കഹോൾ അല്ലെങ്കിൽ സ്മോക്കിങ്ങിന് മാത്രമല്ല, ഒബെസിറ്റി ഈസ് ഓൾസോ എ ബിഹേവിയർ ചേഞ്ച്. അപ്പോൾ അതിനും നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റർവെൻഷൻസ് ആണ്, ബിഹേവിയർ ചേഞ്ച് ഇൻ്റർവെൻഷൻസ് ആണ് കൊടുക്കുക. ദെൻ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് പ്രിവെൻറ്റീവ് മെഡിസിൻ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ആണ്. 99401 പ്രിവെൻറ്റീവ് മെഡിസിൻ കൗൺസിലിംഗ് ഓർ റിസ്ക് ഫാക്ടർ റിഡക്ഷൻ ഇൻ്റർവെൻഷൻസ് പ്രൊവൈഡഡ് ടു ആൻ ഇൻഡിവിജ്വൽ അപ്രോക്സിമേറ്റ്ലി 15 മിനിറ്റ്സ്. ടൈം ബേസ്ഡ് ആയിട്ടാണ്, ഒരു ഇൻഡിവിജ്വലിന് മാത്രമാണ് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നത്. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ്. 402 അപ്രോക്സിമേറ്റ്ലി 30 മിനിറ്റ്സ്, 403 45, 404 60 മിനിറ്റ്സ്. ദെൻ ബിഹേവിയർ ചേഞ്ച് ഇൻ്റർവെൻഷൻ ഇൻഡിവിജ്വലിന് 406 സ്മോക്കിംഗ് ആൻഡ് ടൊബാക്കോ യൂസ് സിസേഷൻ കൗൺസിലിംഗ് വിസിറ്റ് ഇൻ്റർമീഡിയറ്റ് ടൈപ്പാണ്. ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 3 മിനിറ്റ്സ് അപ് ടു 10 മിനിറ്റ്സ്. 3 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെയാണ് ടൈമെങ്കിൽ നമ്മളതിനെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. 406 ആണ് നമ്മൾ എടുക്കുക. ഇവിടെ സ്മോക്കിംഗ് ആൻഡ് ടൊബാക്കോ സിസേഷനാണ് കൗൺസിലിംഗ് കൊടുത്തിട്ടുള്ളത്. 407 ഇൻറ്റൻസീവ് ആണ്, അതായത് ഗ്രേറ്റർ ദാൻ 10 മിനിറ്റ്സ് ആണ് പറയുന്നത്. 408 ആൽക്കഹോൾ ഓർ സബ്സ്റ്റൻസ് അതർ ദാൻ ടൊബാക്കോ അബ്യൂസ് സ്ട്രക്ചേർഡ് സ്ക്രീനിങ്. അപ്പോൾ ആൽക്കഹോളോ അല്ലെങ്കിൽ വേറെ സബ്സ്റ്റൻസസ്, ടൊബാക്കോ ഒഴിച്ച്, ടൊബാക്കോ നമ്മൾ നേരത്തെ പറഞ്ഞു 406 പറഞ്ഞു, ബാക്കി സബ്സ്റ്റൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ബിഹേവിയർ ഇൻ്റർവെൻഷൻസിനാണ്. അത് ടൈം 15 to 30 മിനിറ്റ്സ്. 409 ഗ്രേറ്റർ ദാൻ 30 മിനിറ്റ്സ്. ദെൻ പ്രിവെൻറ്റീവ് മെഡിസിൻ ഗ്രൂപ്പ് കൗൺസിലിംഗിൽ 99411 പ്രിവെൻറ്റീവ് മെഡിസിൻ കൗൺസിലിംഗ് ഓർ റിസ്ക് ഫാക്ടർ റിഡക്ഷൻ ഇൻ്റർവെൻഷൻസ് പ്രൊവൈഡഡ് ടു ഇൻഡിവിജ്വൽസ് ഇൻ എ ഗ്രൂപ്പ് സെറ്റിംഗ് അപ്രോക്സിമേറ്റ്ലി 30 മിനിറ്റ്സ്. 412 അപ്രോക്സിമേറ്റ്ലി 60 മിനിറ്റ്സ്. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട്, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കമ്പനീസിലൊക്കെ വന്നിട്ട് ഗ്രൂപ്പായിട്ട് കൗൺസിലിംഗ് കൊടുക്കും അല്ലേ. ഇപ്പോൾ ഒരു കെമിക്കൽ ഫാക്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ, അവർ മാസ്ക് നന്നായിട്ട് ധരിക്കണം, അവരെ ഗ്ലൗസ് നന്നായിട്ട് ഇടണം, ഇങ്ങനെ സ്മോക്കുകൾ അല്ലെങ്കിൽ ഹാംഫുൾ ബാഡായിട്ടുള്ള സ്മോക്കുകളൊക്കെ വരുന്ന അങ്ങനത്തെ ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അവരെ ഹെൽത്തിന് നോക്കാൻ വേണ്ടി, അവരെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനും ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ടാവും. എല്ലാ ടൈപ്പ് ഓഫ് ഫാക്ടറീസിലും അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് ഓഫ് കമ്പനീസിലും അവർക്ക് വർക്കേഴ്സിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ കൗൺസിലിംഗ് കൊടുക്കും. അപ്പോൾ ഗ്രൂപ്പായിട്ട് വന്നിട്ട് കൊടുക്കുകയാണെങ്കിലാണ് നമ്മൾ പ്രിവെൻറ്റീവ് മെഡിസിൻ ഗ്രൂപ്പ് കൗൺസിലിംഗ് എടുക്കുക. 411 അല്ലെങ്കിൽ 412 എടുക്കും. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് നോൺ ഫേസ് ടു ഫേസ് സർവീസാണ്. നോൺ ഫേസ് ടു ഫേസ് സർവീസ് എന്ന് പറയുമ്പം പേഷ്യൻറ്റും ഡോക്ടറുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നില്ല. അതിനെയാണ് നമ്മൾ നോൺ ഫേസ് ടു ഫേസ് സർവീസസ് എന്ന് പറയാം. അപ്പോൾ അത് പല ടൈപ്പും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കൊറോണ സീസണൊക്കെ ആയ സമയത്ത് നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ളതാണ് ടെലഫോണിക് സർവീസസ് അല്ലേ. നമ്മൾ പേഷ്യൻറ്റ് ഡോക്ടറിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയും, ഡോക്ടർ മെഡിസിൻസ് എന്ത് ചെയ്യും, അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഡിജിറ്റലി നമുക്ക് എന്ത് ചെയ്യാം, ഇമെയിലായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് അങ്ങനത്തെ മെസ്സേജസ് വഴിയോ, അല്ലെങ്കിൽ ഹെൽത്ത് പോർട്ടൽസ് ഉണ്ടാവും, ഓരോ ഹോസ്പിറ്റൽസിന് അവരെ ഹെൽത്ത് പോർട്ടൽസ് ഉണ്ടാവും, EHR അതുവഴിയോ ഒക്കെ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ആവാം. അപ്പോൾ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നില്ല, പേഷ്യൻറ്റും ഡോക്ടറും തമ്മിൽ ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ നോൺ ഫേസ് ടു ഫേസ് സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ടെലഫോണിക് സർവീസസ്. So telephonic services are non-face-to-face evaluation and management services provided to a patient using the telephone by a physician or other qualified healthcare professional. ഓക്കെ, അപ്പോൾ ഇതിൽ 3-4 പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദീസ് കോഡ്സ് ആർ യൂസ്ഡ് ടു റിപ്പോർട്ട് എപ്പിസോഡ്സ് ഓഫ് പേഷ്യൻറ്റ് കെയർ ഇനീഷ്യേറ്റഡ് ബൈ ആൻ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റ് ഓർ ഗാർഡിയൻ ഓഫ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റ്. അപ്പോൾ ആർക്ക് മാത്രമേ ടെലഫോണിക് സർവീസസ് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റിൻ്റെ ഗാർഡിയനോ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടെലഫോണിക് സർവീസസ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അത് ഫസ്റ്റ് പോയിൻ്റാണ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, if the telephonic services ends with a decision to see the patient within
24 hours or next available urgent visit appointment, the code is not reported. അപ്പോൾ ഫോൺ ചെയ്ത് സംസാരിച്ച സമയത്ത് ഡോക്ടർ പറയാണ് നിങ്ങൾ ഡയറക്റ്റായിട്ട് വന്നിട്ട് കാണണം, പെട്ടെന്ന് തന്നെ വന്ന് കാണണം, 24 മണിക്കൂറിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള അടുത്ത അപ്പോയിൻമെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ വന്നിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ എൻഡ് ചെയ്തതെങ്കിൽ അത് നമ്മൾ ടെലഫോണിക് സർവീസസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, പിന്നെ അത് ഡോക്ടറെ അടുത്ത് വന്ന് പേഷ്യൻ്റ് കാണിക്കുമ്പോൾ അതിൻ്റെ കോഡ് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. അതുപോലെ if the telephone call refers to an E&M services performed and reported by that individual within the previous 7 days, either requested or unsolicited patient follow-up, or within the post-operative period of a previously completed procedure, the service is considered as part of previous E&M service or procedure. അതായത് ഫോൺ വിളിക്കുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ഡോക്ടറിനെ കാണിച്ചിട്ടുള്ള ഒരു കാര്യം, ഡോക്ടറിനെ പിന്നെ സർവീസ് കൊടുത്തിട്ടുള്ള ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിലോ ആണ് പേഷ്യൻ്റ് വിളിക്കുന്നതെങ്കിൽ അത് നമുക്ക് ടെലഫോണിക് സർവീസസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ വിത്തിൻ പ്രീവിയസ് 7 days എന്ന് പറയുന്നുണ്ട്, ഏത് റിക്വസ്റ്റഡ് ഓർ അൺസോളിസിറ്റഡ് പേഷ്യൻറ്റ് ഫോളോ അപ്പ് എന്ന് പറയും. അപ്പോൾ ഭയങ്കരമായിട്ട് ആസ്മക്കുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ പറയും ഒരു 3 ദിവസം കഴിഞ്ഞിട്ടൊന്ന് വിവരം പറയണം കേട്ടോ എന്ന് പറയും. അപ്പോൾ ആ വിവരം പറയാൻ വേണ്ടിയിട്ട് പേഷ്യൻറ്റോ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഗാർഡിയനോ ആയിരിക്കും ഡോക്ടറിനെ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു 7 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് ഡോക്ടറെ റിക്വസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ പേഷ്യൻ്റ് തന്നെ വിളിച്ചിട്ട് പറയാം ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഡോക്ടറെ എന്ന് ചിലപ്പോൾ വിളിച്ചിട്ട് പറയാം. അപ്പോൾ അങ്ങനത്തെ ടെലഫോണിക് സർവീസസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിലാണ് ഡോക്ടർ പേഷ്യൻ്റ് വിളിച്ചിട്ട് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടെലഫോണിക് സർവീസസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 4 പോയിൻ്റാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ടെലഫോണിക് സർവീസ് ആർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റോ അല്ലെങ്കിൽ അവരെ ഗാർഡിയനോ വിളിക്കുമ്പോൾ മാത്രമേ നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ 3 പോയിൻ്റ് പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യരുത് എന്നുള്ളതാണ്. അതായത് അടുത്ത 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ എൻഡ് ചെയ്തതെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഒരു 7 ദിവസത്തിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിലാണ് സംസാരിക്കുന്നതെങ്കിൽ അപ്പോഴും നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോഡ് നോക്കുക, 99441, ടെലഫോണിക് E&M സർവീസ് ബൈ എ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഹൂ മേ റിപ്പോർട്ട് E&M സർവീസസ് പ്രൊവൈഡഡ് ടു എൻ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റ്, പാരൻറ്റ് ഓർ ഗാർഡിയൻ നോട്ട് ഒറിജിനേറ്റിംഗ് ഫ്രം എ റിലേറ്റഡ് E&M സർവീസ് പ്രൊവൈഡഡ് വിത്തിൻ ദ previous 7 days nor leading to any E&M service or procedures within the next 24 hours or soonest available appointment 5 to 10 minutes of medical discussion. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ്. അപ്പോൾ ഫോൺ വിളിച്ച് ഈ ക്രൈറ്റീരിയാസൊക്കെ നോക്കുക. ആ ഫോൺ വിളിച്ച ടൈം 5 to 10 minutes ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 441 റിപ്പോർട്ട് ചെയ്യാം, 442 11 to 20 minutes, 443 21 to 30 minutes. അപ്പോൾ മാക്സിമം നമുക്ക് 30 minutes വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ടെലഫോണിക് സർവീസസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഓൺലൈൻ ഡിജിറ്റൽ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സർവീസസ്. ഓൺലൈൻ ഡിജിറ്റൽ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സർവീസസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സർവീസസ് കൊടുക്കാൻ പറ്റും. ദ പേഷ്യൻ്റ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് എന്ന് പറയുന്നുണ്ട്. പേഷ്യൻസ് ഇനീഷ്യേറ്റ് ദി സർവീസസ് ത്രൂ ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്, HIPAA, compliant secure platforms such as electronic health record, EHR portals, secure emails or other digital applications which allow digital communication with the physician or other qualified healthcare professional. അപ്പോൾ ഇവിടെ ഹിപ്പ എന്ന് പറഞ്ഞ ഒരു ആക്റ്റാണ്, നിങ്ങൾ ഇൻഷുറൻസിൽ ഇനി പഠിക്കും. അത് HIPAA കോംപ്ലൈൻറ്റ്, അതായത് HIPAA അലോ ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനത്തെ ഓൺലൈൻ ഡിജിറ്റൽ E&M സർവീസസ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതായത് EHR, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് പോർട്ടൽസ് ഉണ്ടാവും, സെക്യൂർ ഇമെയിൽസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഇമെയിൽ ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ പറയുന്നുണ്ടാവുക. അല്ലെങ്കിൽ അതർ ഡിജിറ്റൽ ആപ്ലിക്കേഷൻസ്, ചില ഹോസ്പിറ്റൽസിന് പ്രത്യേകമായിട്ട് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓൺലൈൻ ഡിജിറ്റൽ E&M സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ടൈം ബേസ്ഡ് തന്നെയാണ്, പക്ഷേ ആ ടൈമിനൊരു പ്രത്യേകത ഉണ്ട്. ഇറ്റ്സ് എ ക്യുമുലേറ്റീവ് ടൈം. അപ്പോൾ ക്യുമുലേറ്റീവ് ടൈം എന്ന് പറഞ്ഞാൽ ഡിവോട്ടഡ് ടു സർവീസസ് ഡ്യൂറിങ് എ 7 day പീരീഡ്.
അതായത് 7 ദിവസത്തിൽ ടോട്ടൽ ആ ഒരു ഫിസിഷ്യൻ എത്ര ടൈമാണോ ഈ ഒരു ഇമെയിൽസ് അല്ലെങ്കിൽ HR നോക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതിനെയാണ് നമ്മൾ എന്ത് പറയാം, ക്യുമുലേറ്റീവ് ടൈം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ക്യുമുലേറ്റീവ് ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കോഡുകൾ കൊടുത്തിട്ടുള്ളത്. 99421 ഓൺലൈൻ ഡിജിറ്റൽ ENM സർവീസ് ഫോർ ആൻ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റ് അപ് ടു 7 ഡേയ്സ് ക്യുമുലേറ്റീവ് ടൈം ഡ്യൂറിങ് ദ 7 ഡേയ്സ് 5 to 10 minutes. അതായത് ഒരാഴ്ചയിൽ, അതായത് 7 ദിവസത്തിൽ മാക്സിമം വരുന്ന ടൈം, ക്യുമുലേറ്റീവ് ടൈം എത്ര ആയിരിക്കണം, 5 to 10 minutes ആയിരിക്കണം. 99422 11 to 20 minutes, 99423 21 or more minutes. ഓക്കെ, അപ്പോൾ ക്യുമുലേറ്റീവ് ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കോഡ് എടുക്കുക. ക്യുമുലേറ്റീവ് ടൈം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച, അതായത് 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ടോട്ടൽ ഈ ഒരു ഫിസിഷ്യന് എത്ര ടൈമാണോ ഈ പേഷ്യൻറ്റിൻ്റെ ഇമെയിൽസ് അല്ലെങ്കിൽ EHR ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ടൈം, അതിനെയാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഇമെയിൽ വായിക്കാൻ അത്ര സമയമൊന്നും വേണ്ട അല്ലേ, ഒരു 20 seconds അല്ലെങ്കിൽ ഒരു 30 seconds മതിയാവും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നോക്കണം. അതായത് ഒരാഴ്ച കംപ്ലീറ്റ്, ഇപ്പോൾ ഇന്നൊരു ഇമെയിൽ കിട്ടി, ചിലപ്പോൾ നാളെ ആയിരിക്കും അടുത്ത ഇമെയിൽ കിട്ടുന്നുണ്ടാവുക, ദെൻ മറ്റന്നാളായിരിക്കും, അങ്ങനെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എല്ലാ ടൈമും കൂടെ, ഒരു 7 ദിവസത്തെ എല്ലാ ടൈമും കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോഡ് സെലക്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ക്യുമുലേറ്റീവ് ടൈമാണ്. ക്യുമുലേറ്റീവ് ടൈം എന്താണെന്ന് ചോദിക്കാറുണ്ട്. ക്യുമുലേറ്റീവ് ടൈം എന്ന് പറഞ്ഞാൽ സർവീസസ് ഡ്യൂറിങ് എ 7-day പീരീഡ്. ഒരു 7 ദിവസത്തിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള സർവീസിൻ്റെ ടൈമിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ടൈം എന്ന് പറയുന്നത്. ഇനി കുറച്ച് പേജസ് മറിച്ചിട്ടായിരിക്കും. ന്യൂ ബോൺ കെയർ സർവീസസ് ആണ്. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഇത് റെക്കോർഡിംഗ് ആയതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത്. കാരണം ഒത്തിരി സമയം വരുന്നുണ്ട്. നമ്മളിപ്പോൾ 1 hour, വലിയ ചാപ്റ്ററാണ് എൻ്റെ. നമ്മളിപ്പോൾ ഇത് 4th ക്ലാസ് ആണ്. 4th ക്ലാസ് ആയപ്പോൾ തന്നെ 1 hourൻ്റെ മുകളിൽ വന്നു. ഇനി നമുക്ക് കുറച്ചും കൂടെ പറയാനുണ്ട്. അപ്പോൾ കൂടുതൽ ഡ്യൂറേഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം കേട്ടോ. മനസ്സിലാവാത്തതുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് കേൾക്കാം, സ്ലോ ചെയ്തിട്ട് കേൾക്കാം, എങ്ങനെ വേണമെങ്കിലും കേൾക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടൈം കൂടുതൽ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടും മനസ്സിലാവാത്ത പോർഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ചോദിക്കാം. ഓക്കെ, സോ ന്യൂ ബോൺ കെയർ സർവീസസ്, അവിടെ നമുക്ക് ENM സർവീസസ് ഫോർ എ ന്യൂ ബോൺ ഇൻക്ലൂഡ് മെറ്റേണൽ ആൻഡ് ഓർ ഫീറ്റൽ ആൻഡ് ന്യൂ ബോൺ ഹിസ്റ്ററി, ന്യൂ ബോൺ ഫിസിക്കൽ എക്സാമിനേഷൻ, ഓർഡറിംഗ് ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്സ്, മീറ്റിംഗ് വിത്ത് ദ ഫാമിലി ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ഇൻ ദ മെഡിക്കൽ റെക്കോർഡ്സ്. ഇത്രയും സർവീസസ് നമുക്കിവിടെ ഇൻക്ലൂഡഡ് ആണ്. ന്യൂ ബോണിൻ്റെ ഇൻക്ലൂഡ് മെറ്റേണൽ ആൻഡ് ഫീറ്റൽ ആൻഡ് ന്യൂ ബോൺ ഹിസ്റ്ററി, മെറ്റേണൽ ഹിസ്റ്ററി, ഫീറ്റൽ ഹിസ്റ്ററി, ന്യൂ ബോൺ ഹിസ്റ്ററി ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനൊന്നും സെപ്പറേറ്റ് കോഡ് കൊടുക്കേണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂ ബോണിൻ്റെ ഫിസിക്കൽ എക്സാമിനേഷൻ ഇൻക്ലൂഡഡ് ആണ്. ഓർഡറിംഗ് ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്, അതായത് ന്യൂ ബോണിന് വേണ്ടിയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻക്ലൂഡഡ് ആണ്. മീറ്റിംഗ്സ് വിത്ത് ദ ഫാമിലി ആൻഡ് ഡോക്യുമെൻറ്റേഷൻ മെഡിക്കൽ റെക്കോർഡ്. അത്രയും സർവീസസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മളിതിൽ കോഡിൽ ഇൻക്ലൂഡഡ് ആണ്. സെപ്പറേറ്റ് കോഡ് കൊടുക്കണ്ട. അടുത്ത പാരഗ്രാഫ് ഞാൻ പറയാം. അതിന് മുന്നേ കോഡ് നോക്കാം. 99460 ഇനീഷ്യൽ ഹോസ്പിറ്റൽ ഓർ ബർത്തിങ് സെൻറ്റർ കെയർ പെർ ഡേ ഫോർ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് നോർമൽ ന്യൂ ബോൺ ഇൻഫാൻറ്റ്. അപ്പോൾ 460 ഇനീഷ്യൽ ഹോസ്പിറ്റൽ ഓർ ബർത്തിങ് സെൻറ്റർ കെയർ ആണ് പെർ ഡേ. അതായത് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ബർത്ത് സെൻറ്ററിലോ പ്രസവിച്ച കുട്ടികൾക്ക് ഫസ്റ്റ് ഡേയിൽ കൊടുക്കുന്ന ENM സർവീസിൻ്റെ കോഡാണ്. 461 ഇനീഷ്യൽ കെയറിൻ്റെ കോഡ് തന്നെയാണ്. എവിടെയാണ്? നോർമൽ ന്യൂ ബോൺ ഇൻഫാൻറ്റ് സീൻ ഇൻ അതർ ദാൻ ഹോസ്പിറ്റൽ ഓർ ബർത്തിങ് സെൻറ്റർ. ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ബർത്തിങ് സെൻറ്ററിൽ അല്ലാതെ ജനിച്ചിട്ടുള്ള കുട്ടികൾ അല്ലേ, ഇപ്പോൾ വീട്ടിൽ ജനിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ കൊണ്ടുവരുന്ന പിന്നെ വെഹിക്കിളിൽ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഹോസ്പിറ്റലിലല്ല, ബർത്തിങ് സെൻറ്ററിലും അല്ലാത്ത ബാക്കി സ്ഥലത്ത് ഡെലിവറി എടുത്ത കുട്ടികൾക്ക് കൊടുക്കുന്ന ഇനീഷ്യൽ കെയർ. ദെൻ 462 സബ്സീക്വൻറ്റ് ഹോസ്പിറ്റൽ കെയർ പെർ ഡേ ENM സർവീസ് ഓഫ് ന്യൂ ബോൺ. ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റൽ കെയറിനാണ് നമുക്ക് സബ്സീക്വൻറ്റ് കൊടുക്കേണ്ടത്. ഹോസ്പിറ്റലിൽ പിറ്റേ ദിവസം ഡോക്ടർ വന്നിട്ട് നോക്കും. ഓക്കെ, ബാക്കി ബർത്തിങ് സെൻറ്ററിലായാലും അതുപോലെ അതർ ദാൻ ഹോസ്പിറ്റൽ ഓർ ബർത്തിങ് സെൻറ്റർ നമ്മൾ പറഞ്ഞു, അവിടെയൊന്നും എന്തില്ല, പിറ്റേ ദിവസം ഡോക്ടർ അവിടെ പോയിട്ട് നോക്കില്ല, അന്നത്തെ ദിവസം മാത്രമേ നോക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെയൊന്നും എന്തില്ലാത്തത്, സബ്സീക്വൻറ്റ് വരാത്തത്. ഹോസ്പിറ്റൽ കെയറിന് മാത്രമേ നമുക്ക് സബ്സീക്വൻറ്റിൻ്റെ കോഡ് വരുന്നുള്ളൂ. 99463 പറയുന്നത് ഇനീഷ്യൽ ഹോസ്പിറ്റൽ ഓർ ബർത്തിങ് സെൻറ്റർ കെയർ per day for ENM management of normal newborn infant admitted and discharged on the same date. അപ്പോൾ സെയിം ഡേറ്റിൽ തന്നെ ഹോസ്പിറ്റലിലോ ബർത്തിങ് സെൻറ്ററിലോ ഡെലിവറി കഴിഞ്ഞു, അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ 463 ആണ് കോഡ് കൊടുക്കേണ്ടത്. ദെൻ ഡെലിവറി ഓർ ബർത്തിങ് റൂം അറ്റൻഡൻസ് ആൻഡ് റെസിസിറ്റേഷൻ സർവീസസ്.
99464 attendance at delivery when requested by delivering physician or other qualified healthcare professional and initial stabilization of newborn. ഓക്കെ, അതായത് ഒരു ഡെലിവറി നടക്കുന്ന സമയത്ത് ഡെലിവറി ചെയ്യുന്ന ഫിസിഷ്യൻ അല്ലെങ്കിൽ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്ത് ചെയ്യാണ്, ഈ ഒരു ഡോക്ടറിനെ വിളിക്കുകയാണ്. എന്നിട്ട് ആ ഡോക്ടർ വന്ന് ഈ ഒരു ഡെലിവറി അറ്റൻഡ് ചെയ്തു. ആൻഡ് കുട്ടീനെ ഒന്ന് ഇനീഷ്യൽ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ജനിച്ച പാടെ അങ്ങനെ തന്നെ വെക്കില്ല അല്ലേ, ഒന്നൊന്ന് ക്ലീൻ ചെയ്യും, കണ്ണ് ക്ലീൻ ചെയ്യും, വായ ക്ലീൻ ചെയ്യും, മൂക്ക് ക്ലീൻ ചെയ്യും, ചെവി ക്ലീൻ ചെയ്യും അല്ലേ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത്, അതാണ് ഇനീഷ്യൽ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുക. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതും കൂടെ ആ ഒരു ഡോക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന് 99464 റിപ്പോർട്ട് ചെയ്യാം. 99465 പറയുന്നത് ഡെലിവറി ഓർ ബർത്തിങ് റൂം റെസിസിറ്റേഷൻ, പ്രൊവിഷൻ ഓഫ് പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ ഓർ ചെസ്റ്റ് കംപ്രഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് അക്യൂട്ട് ഇൻഅഡിക്വേറ്റ് വെന്റിലേഷൻ ആൻഡ് ഓർ കാർഡിയാക് ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെയും ബർത്തിങ് റൂമിൽ അറ്റൻഡൻസ് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ റെസിസിറ്റേഷൻ ചെയ്യുന്നുണ്ട്, CPR പോലെ കൊടുക്കുന്നുണ്ട്. പോസിറ്റീവ് പ്രഷർ വെന്റിലേഷന് അല്ലെങ്കിൽ ചെസ്റ്റ് കംപ്രഷൻസ്, കുട്ടിക്ക് ഇപ്പോൾ ശ്വാസത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വന്നിട്ടുള്ള ഡോക്ടർ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഒരു ചെസ്റ്റ് കംപ്രഷൻസോ അതുപോലെ CPR ഒക്കെ കൊടുത്തിട്ട് ഒന്ന് ബാക്ക് ടു നോർമൽ കൊണ്ടുവരിക. അപ്പോൾ ഇനീഷ്യൽ സ്റ്റെബിലൈസേഷൻ നോർമലി എല്ലാ കുട്ടികൾക്കും ചെയ്യുന്നതാണ്. ഈ ഒരു റെസിസിറ്റേഷൻ എല്ലാവർക്കും ചെയ്യണമെന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റിപ്പോർട്ട് ചെയ്യുള്ളൂ. നേരത്തെ ഞാൻ പാരഗ്രാഫ് പറഞ്ഞ പോയിന്റ് ഒന്ന് നോക്കുക. വെൻ ഡെലിവറി റൂം അറ്റൻഡൻസ് സർവീസ് 99464 or delivery room resuscitation service 99465 are required, report these in addition to normal newborn services E&M സർവീസ് കോഡ്സ്. ഓക്കെ, അതായത് നമ്മൾ നോർമൽ ENTM കോഡ്സ് നമ്മൾ പറഞ്ഞില്ലേ, 460 അങ്ങനെ പറഞ്ഞില്ലേ, ആ കോഡിൻ്റെ കൂടെ ഈ ഒരു കാര്യങ്ങളും കൂടെ റെസിസിറ്റേഷൻ സർവീസസ് അല്ലെങ്കിൽ അറ്റൻഡൻസ് സർവീസസും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടെ അതിൻ്റെ കൂടെ റിപ്പോർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, നോർമൽ ന്യൂബോൺ സർവീസസിൻ്റെ കൂടെ നമുക്ക് റെസിസിറ്റേഷൻ അല്ലെങ്കിൽ റൂം അറ്റൻഡൻസ് സർവീസ്, ഡെലിവറി റൂം അറ്റൻഡൻസ് സർവീസസും നമുക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇൻപേഷ്യൻറ്റ് നിയോനേറ്റൽ ഇൻറ്റൻസീവ് കെയർ സർവീസസ് ആൻഡ് പീഡിയാട്രിക് ആൻഡ് നിയോനേറ്റൽ ക്രിട്ടിക്കൽ കെയർ സർവീസസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ പേഷ്യൻ്റ് ട്രാൻസ്പോർട്ട്. പീഡിയാട്രിക് ആയിട്ടുള്ള പേഷ്യൻറ്റിന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻ്റാണ്, അവരെന്ത് ചെയ്യാണ്, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന കെയറുകളാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾ കോഡ് എടുക്കുക. കോഡിൽ 99466 critical care face-to-face services during an inter-facility transport of critically ill or critically injured pediatric patient 24 months of age or younger, first 30 to 74 minutes of hands-on care during transport. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻ്റാണ്, ഇൻ്റർ ഫെസിലിറ്റി ട്രാൻസ്പോർട്ടാണ്, ഫേസ് ടു ഫേസ് സർവീസാണ് കൊടുക്കുന്നത്. ഇൻ്റർ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. ഫേസ് ടു ഫേസ് സർവീസാണ് കൊടുക്കുന്നത്. ഫേസ് ടു ഫേസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്, ആ ഡോക്ടർ പ്രസൻ്റ് ആണ്. നിങ്ങൾ ട്രാഫിക് ഫിലിമിൽ കണ്ടിട്ടുണ്ടാവും, അവിടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്, അവിടെ ജസ്റ്റ് ഒരു ഓർഗൻ മാത്രമാണ്. അന്നേരം എന്തുണ്ട്, അതിൻ്റെ കൂടെ ഒരു ഡോക്ടറിന് എന്ത് ചെയ്യുന്നുണ്ട്, കൂടെ പറഞ്ഞു വിടുന്നുണ്ട് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് ഹാർട്ട് എന്നല്ല, ഇവിടെ പേഷ്യൻ്റ് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ കൂടെ ഒരു ഡോക്ടറും കൂടെ പോവുകയാണ്. അപ്പോഴാണ് നമുക്ക് അവിടെ അത് ഫേസ് ടു ഫേസ് സർവീസ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ കെയർ കൊടുക്കുന്നത് 30 to 74 മിനിറ്റ്സ് ആണെങ്കിൽ 466, 467 ഈച്ച് അഡീഷണൽ 30 മിനിറ്റ്സ്. ഓക്കെ, ഈച്ച് അഡീഷണൽ 30 മിനിറ്റ്സ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് കാണാൻ പറ്റും, ക്രിട്ടിക്കൽ കെയർ ഓഫ് ലെസ് ദാൻ 30 മിനിറ്റ്സ് ടോട്ടൽ ഡ്യൂറേഷൻ ഷുഡ് ബി റിപ്പോർട്ടഡ് വിത്ത് അപ്രോപ്രിയേറ്റ് E&M സർവീസ്. അപ്പോൾ എപ്പോഴും ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുമ്പോൾ മിനിമം 30 മിനിറ്റ്സ് ഉണ്ടായിരിക്കണം. 30 മിനിറ്റ്സിൻ്റെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്രോപ്രിയേറ്റ് E&M സർവീസ് മാത്രമേ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ്റർ ഫെസിലിറ്റി ട്രാൻസ്പോർട്ടിൽ ഫേസ് ടു ഫേസ് സർവീസാണ്, അതായത് ആ ഡോക്ടറും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പേഷ്യൻറ്റിൻ്റെ കൂടെ പോകുന്നുണ്ട്. നെക്സ്റ്റ് 99485 supervision by a control physician of inter-facility transport care of critically ill or critically injured pediatric patient 24 months of age or younger, includes two-way communication with the transport team before transport, at the referring facility and during the transport, including data interpretation and report first 30 minutes.
അപ്പോൾ ഇവിടെ എന്താ ഉള്ളൂ, സൂപ്പർവിഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഫേസ് ടു ഫേസ് വിസിറ്റ് പറഞ്ഞിട്ടില്ല, ഫേസ് ടു ഫേസ് സർവീസ് പറഞ്ഞിട്ടില്ല, സൂപ്പർവിഷൻ ആണ് പറയുന്നത്. അപ്പോൾ ഏതാണോ ആ ഫിസിഷ്യൻ കൺട്രോളുള്ള ഈ ഒരു ഇൻ്റർ ഫെസിലിറ്റി ട്രാൻസ്പോർട്ടിന് കൺട്രോളുള്ള ഫിസിഷ്യന് അവർ സൂപ്പർവിഷൻ മാത്രമേ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, അവിടെ 2 വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അതായത് ഈ ട്രാൻസ്പോർട്ട് ടീം, ഈ കുട്ടീൻ്റെ കൂടെ പോകുന്ന ട്രാൻസ്പോർട്ട് ടീമുമായിട്ട് ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരിക്കും. എപ്പോഴൊക്കെ? അറ്റ് ദ റെഫറിങ് ഫെസിലിറ്റി. ഓക്കെ, ടീം ബിഫോർ ട്രാൻസ്പോർട്ട് അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടാവും. ഡ്യൂറിങ് ട്രാൻസ്പോർട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഉണ്ടാവും. ആൻഡ് അറ്റ് ദ റെഫറിങ് ഫെസിലിറ്റി, ഏത് ഹോസ്പിറ്റലിലേക്കാണോ എത്തുന്നത് അവിടെ എത്തുമ്പോഴും ഇവർ തമ്മിൽ 2 വേ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പറയുന്നതും ഇങ്ങോട്ട് പറയുന്നതും അല്ലെ കാണാനോ കേൾക്കാനോ ഒക്കെ പറ്റുന്നതിനെയാണ് നമ്മൾ 2 വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ആ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ECG എടുക്കുന്നുണ്ടാവും അല്ലേ, അതിൻ്റെ കൂടെയുള്ള ആൾക്കാർ ECG എടുക്കുന്നുണ്ടാവും, പൾസ് ഓക്സിമെട്രി നോക്കുന്നുണ്ടാവും, BP നോക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻ്റർപ്രിട്ടേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടർക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് 30 മിനിറ്റ്സ് ആണ്, 486 ഈച്ച് അഡീഷണൽ 30 മിനിറ്റ്സ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സൂപ്പർവിഷൻ ബൈ എ കൺട്രോൾ ഫിസിഷ്യൻ. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, 2 സെറ്റ് ഓഫ് കോഴ്സും തമ്മിലുള്ള വ്യത്യാസം, 485 നമുക്ക് എന്തേ ഉള്ളൂ, ഡോക്ടർ പേഷ്യൻറ്റിൻ്റെ കൂടെ പോകുന്നില്ല, ജസ്റ്റ് സൂപ്പർവൈസ് ചെയ്യുന്നേ ഉള്ളൂ. അതേസമയം 466 നമുക്ക് ഡോക്ടർ പേഷ്യൻറ്റിൻ്റെ കൂടെ ഡോക്ടർ പോകുന്നുണ്ട്. ഓക്കെ, ഫേസ് ടു ഫേസ് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാലോ, ക്രിട്ടിക്കൽ കെയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും, കുറച്ച് പ്രൊസീജിയേഴ്സ് അല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ പാരഗ്രാഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ദ ഫോളോയിങ് സർവീസസ് ആർ ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞിട്ട്, റൂട്ടീൻ മോണിറ്ററിങ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ടെമ്പററി ട്രാൻസ്ക്യൂട്ടേനിയസ് vascular access procedures. Any services provided which are not listed above should be reported separately. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്ന് അറിയോ, നമ്മൾ ഇപ്പം ഇങ്ങനത്തെ സർവീസസ് ഒക്കെ പറയുമ്പം ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിൻ്റെ താഴെ വരുന്ന കോഡിൽ പിന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. അല്ലാതെ ക്രിട്ടിക്കൽ കെയർ അല്ലേന്ന് വിചാരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ 291, 292 അവിടെ പറഞ്ഞ കോഡുകൾ ഇവിടെയും ഇൻക്ലൂഡ് ചെയ്യരുത്. ഓക്കെ, ഇതിന് ബാധകമായിട്ടുള്ള ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യം ഇതിൻ്റെ തൊട്ടമുകളിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ നമ്മൾ അടുത്ത ഹെഡിങ് നമ്മൾ ജസ്റ്റ് പറഞ്ഞിരുന്നു നേരത്തെ, ഇൻപേഷ്യൻ നിയോനേറ്റൽ ക്രിട്ടിക്കൽ കെയർ കോഡ്സ്. അവിടെ നമ്മൾ കുറച്ച് വാസ്കുലർ ആക്സസ് പ്രൊസീജിയേഴ്സ് മുതൽ ലംബാർ പങ്ക്ചർ വരെ പറഞ്ഞു. അതിന് താഴെ പറയുന്ന കോഡുകളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അവിടെ ഒരു എക്സെപ്ഷനും കൂടെ വരുന്നുണ്ട്. നമുക്ക് അടുത്ത ഹെഡിങ് ഇനീഷ്യൽ ആൻഡ് കണ്ടിന്യൂയിങ് ഇൻറ്റൻസീവ് കെയർ സർവീസസിൽ എക്സെപ്ഷൻ അല്ല, ഒരു പോയിന്റ് അവിടെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു തരാം. സോ നമ്മൾ സാധാരണ ICU എന്ന് പറയില്ലേ, അതാണ് ഇവിടെ ഇനീഷ്യൽ ആൻഡ് കണ്ടിന്യൂയിങ് ഇൻറ്റൻസീവ് കെയർ സർവീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ICU കൊണ്ട് ഉദ്ദേശിക്കുന്ന ICUയിലുള്ള പേഷ്യൻസ് എന്ന് പറയുന്നത് ഹു ഈസ് നോട്ട് ക്രിട്ടിക്കലി ഇൽ ബട്ട് റിക്വയർസ് ഇൻറ്റൻസീവ് ഒബ്സർവേഷൻ, ഫ്രീക്വൻറ്റ് ഇൻ്റർവെൻഷൻസ് ആൻഡ് അതർ ഇൻറ്റൻസീവ് കെയർ സർവീസസ്. അപ്പോൾ അവർ ക്രിട്ടിക്കലി ഇല്ലായിരിക്കില്ല, പക്ഷേ അവർക്ക് എന്ത് വേണ്ടി വരും, ഇൻറ്റൻസീവ് ഒബ്സർവേഷനും ഫ്രീക്വൻറ്റ് ഇൻ്റർവെൻഷൻസ് ഒക്കെ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, അവരെയാണ് നമ്മൾ ഇൻറ്റൻസീവ് കെയർ സർവീസസ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തതൊക്കെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. These services are for infants and neonates who are not critically ill but continue to require intensive cardiac and respiratory monitoring, continuous and or frequent vital sign monitoring, heat maintenance, enteral or parenteral nutritional adjustments, laboratory and oxygen monitoring എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഓക്കെ, കോൺസ്റ്റൻറ്റ് ഒബ്സർവേഷനൊക്കെ ആവശ്യമുള്ള, അപ്പോൾ ഇങ്ങനത്തെ ആവശ്യമുള്ള ആൾക്കാരായിരിക്കും. ക്രിറ്റിക്കലി ഇല്ലായിരിക്കില്ല, പക്ഷെ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കെയർ ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന സർവീസസിനെയാണ് നമ്മൾ ഇൻറ്റൻസീവ് കെയർ സർവീസസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ ഒരു എക്സെപ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു പോയിന്റ് പറഞ്ഞത്, ദീസ് കോഡ്സ് ഇൻക്ലൂഡ് ദ സെയിം പ്രൊസീജിയേഴ്സ് ദാറ്റ് ആർ ഔട്ട്ലൈൻഡ് ഇൻ ദ നിയോനേറ്റൽ ഓർ പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ സർവീസസ് സെക്ഷൻസ് ആൻഡ് ദീസ് സർവീസസ് ഷുഡ് നോട്ട് ബി റിപ്പോർട്ടഡ് സെപ്പറേറ്റ്ലി. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞതിന് അവിടെ എന്തൊക്കെ സർവീസസ് ആണ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ പാരഗ്രാഫിൽ ഞാൻ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അതിന് പകരം അവർ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. തൊട്ട് മുന്നത്തെ ഹെഡിങ്, അതായത് നിയോനേറ്റൽ ആൻഡ് പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ സർവീസസിൽ പറഞ്ഞിട്ടുള്ളത്, പേജ് ഒന്ന് അപ്പുറത്തേക്ക് മറിച്ച് നോക്കുക, വാസ്കുലാർ ആക്സസ് പ്രൊസീജിയേഴ്സ് മുതൽ ലംബാർ പങ്ക്ചർ വരെ പറഞ്ഞിട്ടുള്ള അത്രയും പ്രൊസീജിയേഴ്സ് ഇവിടെയും ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറഞ്ഞത്. അവർ വീണ്ടും അത് ടൈപ്പ് ചെയ്തിട്ടില്ല, അതിന് പകരം ജസ്റ്റ് ഇങ്ങനെ ഒരു സെൻറ്റൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ ഇവിടെ മാത്രമാണ് അങ്ങനെ ഒരു എക്സെപ്ഷൻ. ബാക്കി എല്ലായിടത്തും അതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ് അതിൻ്റെ തൊട്ട മേലത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ മാത്രം നമുക്ക് ഇങ്ങനെ ഒരു സെൻറ്റൻസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റിൽ തന്നെ ആ വാസ്കുലർ ആക്സസ് പ്രൊസീജിയേഴ്സ് ലംബാർ പങ്ക്ചറിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് എഴുതി വെക്കുക. ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് 99477 മുതൽ 99480 നമ്മൾ ആ കോഡുകൾ പറയാൻ പോവാണ് കേട്ടോ. ഇതിൽ വരുന്ന ICUവിൽ പറയാൻ പോകുന്ന കോഡുകളാണത്. 99477 മുതൽ 99480 അത്രയും കോഡിലും ഈ പ്രൊസീജിയേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ കോഡ് നോക്കാം. 99477 ഇനീഷ്യൽ ഹോസ്പിറ്റൽ കെയർ പെർ ഡേ ഫോർ E&M ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് നിയോനേറ്റ് 28 days of age or younger who requires intensive observation, frequent interventions and other intensive care services. അപ്പോൾ ഇനീഷ്യൽ ഹോസ്പിറ്റൽ കെയറിൻ്റെ കോഡാണ് വരുന്നത് 477. ഇൻറ്റൻസീവ് കെയർ സർവീസസിലെ ഇനീഷ്യൽ കെയർ. ദെൻ 787980 3 നമുക്ക് സബ്സീക്വൻറ്റിൻ്റെ കോഡുകളാണ്. 3 സബ്സീക്വൻറ്റുകൾ വരുന്നുണ്ട്. 3 സബ്സീക്വൻറ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബോഡി വെയ്റ്റിനനുസരിച്ചിട്ടാണ്. അപ്പോൾ 78ൽ സബ്സീക്വൻറ്റ് ഇൻറ്റൻസീവ് കെയർ ആണ് പെർ ഡേ ലെസ് ദാൻ 1500 ഗ്രാംസ് ആണെന്നുണ്ടെങ്കിലാണ് 78. 79ൽ 1500 മുതൽ 2500 ഗ്രാം വരെ ആയിരിക്കും. 480ൽ 2501 മുതൽ 5000 ഗ്രാംസ് വരെ ആയിരിക്കും. അപ്പോൾ ഇനീഷ്യലിൻ്റെത് എപ്പോഴും നമുക്ക് ഫസ്റ്റ് കോഡാണ് കൊടുക്കുക, 477 കൊടുക്കുക. സബ്സീക്വൻറ്റ് വരുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് നോക്കുക. വെയിറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ സബ്സീക്വൻറ്റ്. പെർ ഡേ ആണ്, എത്ര ദിവസം ഉണ്ടോ അത് ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, പെർ ഡേൻ്റെ കോഡാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വരുന്നത് കോഗ്നിറ്റീവ് അസസ്മെൻറ്റ് ആൻഡ് കെയർ പ്ലാൻ സർവീസസ് ആണ്. കോഗ്നിറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് കേൾക്കാനോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന കെയർ പ്ലാൻ സർവീസസ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലാൻ ചെയ്തിട്ട് ആ സർവീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഒരു പ്ലാനിങ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് കോഗ്നിറ്റീവ് അസസ്മെൻറ്റ് ആൻഡ് കെയർ പ്ലാൻ സർവീസസിൽ. അപ്പോൾ ഇവിടെ ആകെ നമുക്ക് ഒരു കോഡേ വരുന്നുള്ളൂ, 99483 എന്ന് പറയുന്ന ഒറ്റ കോഡേ വരുന്നുള്ളൂ. അപ്പോൾ കോഡിലൊന്നും കൺഫ്യൂഷൻ വരുന്നില്ല, ഒരൊറ്റ കോഡേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. ഷുഡ് നോട്ട് റിപ്പോർട്ട് 99483 മോർ ദാൻ വൺസ് എവറി 180 ഡേയ്സ്. അപ്പോൾ 180 ഡേയ്സ് അതായത് 6 മന്ത്സിൻ്റെ ഉള്ളിൽ ഒരു തവണ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു കോഡ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 6 മന്ത്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് അത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, ഈ 6 മന്ത്സിൻ്റെ ഉള്ളിൽ വീണ്ടും അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു പോയിന്റ് മാത്രമേ നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളൂ. ദെൻ നെക്സ്റ്റ് വരുന്നത് കെയർ മാനേജ്മെൻറ്റ് സർവീസസ് ആണ്. So care management services are management and support services provided by a clinical staff under the direction of a physician or other qualified healthcare professional, or may be provided personally by a physician or other qualified healthcare professional to a patient residing at home or in a domiciliary rest home or assisted living facility. അപ്പോൾ നമുക്ക് കെയർ മാനേജ്മെൻറ്റ് സർവീസസ് CMS അങ്ങനെയൊക്കെ പറയാം. അത് നമുക്ക് കൊടുക്കുന്നത് എയ്തർ ഒന്നെങ്കിൽ ഒരു ക്ലിനിക്കൽ സ്റ്റാഫിന് കൊടുക്കാം. ക്ലിനിക്കൽ സ്റ്റാഫൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത്. ക്ലിനിക്കൽ സ്റ്റാഫിന് കൊടുക്കാം അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് എ ഫിസിഷ്യൻ. ഒരു ഫിസിഷ്യൻ്റെ ഡയറക്ഷനിൽ ഒരു ക്ലിനിക്കൽ സ്റ്റാഫിന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഫിസിഷ്യന് തന്നെ പേഴ്സണലി കൊടുക്കാവുന്നതാണ് കെയർ മാനേജ്മെൻറ്റ് സർവീസസ് എന്ന് പറയുന്നത്. അത് എവിടെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക, പേഷ്യൻറ്റ് റിസൈഡിങ് അറ്റ് ഹോം നമ്മൾ പറഞ്ഞു, ഡൊമിസിലറിയിലോ റെസ്റ്റ് ഹോം അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റീസിലൊക്കെ കൊടുക്കുന്ന കെയർ പ്ലാൻ സർവീസ്, കെയർ മാനേജ്മെൻറ്റ് സർവീസസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോഡുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്, കെയർ മാനേജ്മെൻറ്റ് സർവീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കെയർ മാനേജ്മെൻറ്റ് സർവീസസ് ഏതർ ഒരു ക്ലിനിക്കൽ സ്റ്റാഫിന് അണ്ടർ ദ സൂപ്പർവിഷൻ ബൈ എ ഫിസിഷ്യൻ കൊടുക്കാം, അല്ലെങ്കിൽ ഫിസിഷ്യന് തന്നെ ഇൻഡിവിജ്വലി കൊടുക്കാവുന്നതാണ്. അപ്പോൾ 3 ടൈപ്പാണ് നമുക്ക് കെയർ മാനേജ്മെൻറ്റ് വരുന്നത്. ക്രോണിക് കെയർ മാനേജ്മെൻറ്റ്, കോംപ്ലക്സ് ക്രോണിക് കെയർ മാനേജ്മെൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ കെയർ മാനേജ്മെൻറ്റ്. 3 രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ക്രോണിക് കെയർ മാനേജ്മെൻറ്റ് സർവീസസ്, CCM എന്ന് പറയും, ക്രോണിക് കെയർ മാനേജ്മെൻറ്റ് സർവീസസ് CCM. അപ്പോൾ ഫസ്റ്റ് കോഡ് നോക്കുക, 99490 ക്രോണിക് കെയർ മാനേജ്മെൻറ്റ് CCM സർവീസസ് വിത്ത് ദ ഫോളോയിങ് റിക്വയർഡ് എലമെൻറ്റ്സ്.
multiple 2 or more chronic condition expected to last at least 12 months or until the death of the patient. അപ്പോൾ 3 എലമെൻറ്റ്സ് ആണ് അവിടെ പറയുന്നത്. ഒന്നെങ്കിൽ 2 2 കൂടുതലോ ക്രോണിക് കണ്ടീഷൻസ് വേണം, അറ്റ്ലീസ്റ്റ് ഒരു 12 months ഡ്യൂറേഷനോ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഡെത്ത് വരെ നിലനിൽക്കാവുന്ന ടൈപ്പിലുള്ള ഒരു 2 2 കൂടുതലോ ഉള്ള ക്രോണിക് കണ്ടീഷൻസ് ആവശ്യമാണ്. അതുപോലെ പേഷ്യൻറ്റിൻ്റെ ക്രോണിക് കണ്ടീഷൻ റിസ്ക് ഉണ്ടാവും, significant risk of death, acute exacerbation, decompensation or functional decline. അതുപോലെ കോംപ്രിഹെൻസീവ് കെയർ പ്ലാൻ എസ്റ്റാബ്ലിഷ്ഡ്, ഇംപ്ലിമെൻറ്റഡ്, റിവൈസ്ഡ് ആൻഡ് മോണിറ്റേർഡ്. കോംപ്രിഹെൻസീവ് കെയർ പ്ലാൻ ആയിരിക്കും അവർക്ക് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടാവും, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടാവും, റിവൈസ് ചെയ്യുന്നുണ്ടാവും ആൻഡ് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ first 20 minutes of clinical staff time directed by a physician or other qualified healthcare professional per calendar month. അപ്പോൾ ഇവിടെ ആദ്യത്തെ 20 മിനിറ്റ് ഇവിടെ ക്ലിനിക്കൽ സ്റ്റാഫിനാണ് നമ്മൾ ഈ ഒരു കോഡ്, ക്ലിനിക്കൽ സ്റ്റാഫ് ടൈം ഡയറക്റ്റഡ് ബൈ എ ഫിസിഷ്യൻ. ഓക്കെ, അതാണ് 490 പറയുന്നത് ആദ്യത്തെ 20 മിനിറ്റ്സ്. 439 ഈച്ച് അഡീഷണൽ 20 minutes of clinical staff time directed by physician. ഓക്കെ, അപ്പോൾ പെർ കലണ്ടർ മന്തിനാണ് നമ്മളിത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 2 കൂടുതലോ ക്രോണിക് കണ്ടീഷൻസ് വരുന്നുണ്ടാവും, അറ്റ്ലീസ്റ്റ് 12 months ഡ്യൂറേഷൻ വരുന്നത്. പിന്നെ ക്ലിനിക്കൽ സ്റ്റാഫാണ് ഇവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അടുത്ത കോഡ് 99491 CCM തന്നെയാണ്, സെയിം കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഫസ്റ്റ് 30 minutes പ്രൊവൈഡഡ് പേഴ്സണലി ബൈ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ പെർ കലണ്ടർ മന്ത്. അപ്പോൾ ഇവിടെ ആരായി കൊടുത്തത്? ഫിസിഷ്യനായി കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് 30 minutes ആണ്, 437 ഈച്ച് അഡീഷണൽ 30 minutes. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല, CCM ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ സ്റ്റാഫ് ടൈം നോക്കാം, നമുക്ക് CCM ഏതാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ടേബിളിൽ നിന്ന് എടുക്കുക, സ്റ്റാഫ് ടൈപ്പ് ഏതാണെന്ന് നോക്കുക. നമ്മൾ ക്ലിനിക്കൽ സ്റ്റാഫ് ആണോ അല്ലെങ്കിൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണോ നോക്കുക, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം നോക്കുക, അതിന് നേരെ വരുന്ന കോഡ് സെലക്ട് ചെയ്യുക, അത്രയേ വരുന്നുള്ളൂ. അപ്പോൾ ആകെ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് 2 2 കൂടുതലോ എന്തുണ്ടാവും? ക്രോണിക് കണ്ടീഷൻസ് ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് 12 months ഡ്യൂറേഷൻ അല്ലെങ്കിൽ അണ്ടിൽ ഡെത്ത് ഓഫ് ദ പേഷ്യൻ്റ് ഉണ്ടാവും. ഓക്കെ, അതാണ് ക്രോണിക് കെയർ മാനേജ്മെൻറ്റ് CCM പറയുന്നത്, ക്രോണിക് കെയർ മാനേജ്മെൻറ്റ് സർവീസസിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് കോംപ്ലക്സ് ക്രോണിക് കെയർ മാനേജ്മെൻറ്റ് ആണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കോഡുകൾ കൊടുത്തിട്ടുണ്ട്. 99487 കോംപ്ലക്സ് ക്രോണിക് കെയർ മാനേജ്മെൻറ്റ് സർവീസസ്. സെയിം ക്രൈറ്റീരിയാസ് ഒക്കെ തന്നെയാണ് പറയുന്നത്, പക്ഷെ അവിടെ എന്തും കൂടെ ഉണ്ട്, ഒരു കോംപ്ലക്സിറ്റിൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. മോഡറേറ്റ് ഓർ ഹൈ കോംപ്ലക്സിറ്റി MDM ആയിരിക്കും. ഫസ്റ്റ് 60 minutes ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫ് ടൈം ഡയറക്റ്റഡ് ബൈ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. 489 ഈച്ച് അഡീഷണൽ 30 minutes. ഓക്കെ, ഇപ്പോൾ കോംപ്ലക്സിൽ നമുക്ക് ക്ലിനിക്കൽ സ്റ്റാഫ് ടൈമിൻ്റെത് മാത്രമേ വരുന്നുള്ളൂ, മറ്റത് വരുന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്ലിനിക്കൽ സ്റ്റാഫ് കെയർ മാനേജ്മെൻറ്റ് സർവീസ് ലെസ് ദാൻ 60 minutes, നോട്ട് റിപ്പോർട്ടഡ് സെപ്പറേറ്റ്ലി, പിന്നെ ടൈം ബേസ്ഡ് ആയിട്ട് നമുക്ക് കോഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോംപ്ലക്സ് ക്രോണിക് കെയർ മാനേജ്മെൻറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയാസ് ഒക്കെ തന്നെയാണ് അഡീഷണലി വരുന്നത്. അവിടെ MDM കൂടെ പറയുന്നുണ്ട്. വേറൊരു പോയിന്റ് ശ്രദ്ധിക്കാനുള്ളത്, അവിടെ എപ്പോഴും അത് ക്ലിനിക്കൽ സ്റ്റാഫ് ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ദെൻ പ്രിൻസിപ്പൽ കെയർ മാനേജ്മെൻറ്റ് സർവീസസ്. പ്രിൻസിപ്പൽ കെയർ മാനേജ്മെൻറ്റ് സർവീസസിൽ 99424 പ്രിൻസിപ്പൽ കെയർ മാനേജ്മെൻറ്റ് സർവീസാണ് ഫോർ എ സിംഗിൾ ഹൈ റിസ്ക് ഡിസീസ്. ഓക്കെ, അപ്പോൾ അവിടെ ക്രൈറ്റീരിയ മാറി. 1 കോംപ്ലക്സ് ക്രോണിക് കണ്ടീഷൻ എക്സ്പെക്റ്റഡ് ടു ലാസ്റ്റ് അറ്റ്ലീസ്റ്റ് 3 months. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞത് 2 2 കൂടുതലോ ആണ്, അറ്റ്ലീസ്റ്റ് 12 months ആണ്. ഇവിടെ ഒറ്റ കണ്ടീഷൻ മതി, എക്സ്പെക്റ്റഡ് ടു ലാസ്റ്റ് 3 months. ഒരു 3 മാസമെങ്കിലും ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ക്രോണിക് കണ്ടീഷൻ വേണം. ഓക്കെ, ഫസ്റ്റ് 30 minutes പ്രൊവൈഡഡ് പേഴ്സണലി ബൈ ഫിസിഷ്യൻ ആണ് 24 പറയുന്നത്. 25 അഡീഷണൽ 30 minutes. ദെൻ 26 നമുക്ക് സെയിം തന്നെയാണ്, പക്ഷേ ഫസ്റ്റ് 30 minutes ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫ് ടൈമാണ്. 427 അഡീഷണൽ 30 minutes ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫ് ടൈം.
അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടേബിൾ നോക്കാം. ടേബിളിൽ നോക്കിയിട്ട് പ്രിൻസിപ്പൽ കെയർ മാനേജ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫിസിഷ്യൻ ആണോ ക്ലിനിക്കൽ സ്റ്റാഫ് ആണോ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്തുണ്ട്, ടേബിൾ ഉണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ഉള്ളതാണ്. ഒന്നുകിൽ ഈ ഒരൊറ്റ ടേബിൾ ആണെങ്കിൽ മാത്രം നോക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓരോന്നിൻ്റെ സെപ്പറേറ്റ് ടേബിളുകളുണ്ട്. സെപ്പറേറ്റ് ടേബിളുകൾ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് സൈക്യാട്രിക് കൊളാബറേറ്റീവ് കെയർ മാനേജ്മെൻറ്റ് സർവീസസ് ആണ്. കൊളാബറേഷൻ നിങ്ങൾ കേട്ടൊരു ടേം ആയിരിക്കും അല്ലേ. കൊളാബറേഷൻ ചെയ്യാന്ന് പറയുമ്പം ഒരാളുമായിട്ട് ടൈപ്പ് വെക്കുന്നതിനാണ് നമ്മൾ കൊളാബറേഷൻ ചെയ്യാന്ന് പറയാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, സൈക്യാട്രിക് കൊളാബറേഷനാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതായത് ഇപ്പോൾ നമുക്കൊരു ട്രീറ്റിംഗ് ഫിസിഷ്യൻ ഒരു പേഷ്യൻറ്റിനെ ഒരു ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഡോക്ടർ എന്ത് ചെയ്യും, അയാൾ കൊളാബറേഷൻ വെക്കും വേറെ. ഇപ്പോൾ ബിഹേവിയറൽ ഹെൽത്ത് മാനേജർ അല്ലെങ്കിൽ സൈക്യാട്രിക് കൺസൾട്ടൻസ് പോലെയുള്ള ആൾക്കാരുമായിട്ട് ടൈപ്പ് വെക്കും. എന്നിട്ട് ഈ പേഷ്യൻറ്റിനെ ഈ ഡോക്ടറും നോക്കും. കൂടാതെ ഈ സൈക്യാട്രിക് കൺസൾട്ടൻറ്റോ അല്ലെങ്കിൽ ബിഹേവിയറൽ ഹെൽത്ത് കെയർ മാനേജറോ ഒക്കെ എന്ത് ചെയ്യും, അവരും നോക്കും. ഓക്കെ. അപ്പോൾ അവർക്കും ഒരു ടൈപ്പ് ആയിരിക്കും. ഒരു പേഷ്യൻറ്റിന് ഇപ്പോൾ ഈ മെയിൻ ഡോക്ടർ എന്ത് ചെയ്യും, മെയിൻ ഡോക്ടർ പറയും നീ ഒരു പേഷ്യൻറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് ഇത്ര പേയ്മെൻറ്റ് തരും. ഓക്കെ. അങ്ങനെ പറഞ്ഞിട്ട് ടൈപ്പ് വെക്കുന്നതിന് അതിനെയാണ് സൈക്യാട്രിക് കൊളാബറേറ്റീവ് കെയർ മാനേജ്മെൻറ്റ് സർവീസസ് എന്ന് പറയാം. അപ്പോൾ ജസ്റ്റ് ഇതെന്താണെന്നുള്ളതൊന്ന് അറിഞ്ഞാൽ മതി. ഈ ഒരു ഹെഡിങ് കാണുന്ന സമയത്ത് ഇതെന്താണെന്നുള്ളതൊന്ന് അറിഞ്ഞാൽ മതി കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ട്രാൻസിഷണൽ കെയർ മാനേജ്മെൻറ്റ് സർവീസസ് അഥവാ TCM എന്ന് പറയും. These services are for a new or established patient whose medical and or psychosocial problems require moderate to high complexity MDM during transition in care from an inpatient hospital setting, including acute hospital, rehabilitation hospital, long-term acute care hospital, partial hospital or observation status in a hospital or skilled nursing facility to patients' community settings, home, domiciliary, rest home or assisted living. TCM commences upon the date of discharge and continues for the next 29 days. അപ്പം TCM എന്ന് പറഞ്ഞാൽ ട്രാൻസിഷണൽ കെയർ മാനേജ്മെൻറ്റ് ആണ്. ട്രാൻസിഷണൽ കെയർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ലോങ് ടേമിലും എന്ത് ചെയ്യും, 2-3 മാസമൊക്കെ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. പക്ഷേ US എന്ത് ചെയ്യില്ല, 2-3 മാസമൊക്കെ ട്രീറ്റ്മെൻറ്റ് കിട്ടണം എന്ന് അങ്ങനത്തെ ഒരു കണ്ടീഷനിലുള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരിങ്ങനത്തെ റെസ്റ്റ് ഹോമിലേക്കോ ഡൊമിസിലറിക്കോ അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റീസിലേക്കൊക്കെ എന്ത് ചെയ്യും, മാറ്റും. അപ്പോൾ അത് മാറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം ഇവിടെ ഹോസ്പിറ്റലിൽ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ ആയിരിക്കില്ല ഈ ഒരു അസിസ്റ്റഡ് ലിവിങ് അല്ലെങ്കിൽ ഡൊമിസിലറിയിൽ ഉണ്ടാവുക. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യില്ല, ഈ ഡോക്ടർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പേഷ്യൻറ്റിനെ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റിയിലേക്ക് മാറ്റുന്ന സമയത്ത് ആ മാറ്റുന്ന ഡേ തൊട്ടിട്ട് അടുത്ത 29 ദിവസം വരെ ഈ ട്രീറ്റിംഗ് ഫിസിഷ്യൻ തന്നെ ആയിരിക്കും, ഹോസ്പിറ്റലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ട്രീറ്റിംഗ് ഫിസിഷ്യൻ തന്നെ ആയിരിക്കും കെയർ കൊടുക്കുന്നുണ്ടാവുക. അതിനെയാണ് നമ്മൾ ട്രാൻസിഷണൽ കെയർ മാനേജ്മെൻറ്റ് സർവീസസ് എന്ന് പറയുക. TCM ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എവിടെ നിന്നൊക്കെ മാറ്റാം, അക്യൂട്ട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ ഹോസ്പിറ്റൽ, ലോങ് ടേം അക്യൂട്ട് കെയർ ഹോസ്പിറ്റൽ, പാർഷ്യൽ ഹോസ്പിറ്റൽ, ഒബ്സർവേഷൻ സെറ്റിങ്സ്, അവിടെ നിന്നൊക്കെ എങ്ങോട്ടേക്ക് മാറ്റുകയാണ്, ഹോം, ഡൊമിസിലറി, റെസ്റ്റ് ഹോം ഓർ അസിസ്റ്റഡ് ലിവിങ്, അവിടത്തേക്കൊക്കെ മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ ട്രാൻസിഷണൽ കെയർ മാനേജ്മെൻറ്റ് സർവീസസ് എന്ന് പറയാം. അപ്പോൾ TCM commences upon the date of discharge and continues for the next 29 days. അപ്പോൾ ഡിസ്ചാർജ് തൊട്ടിട്ട് അടുത്ത 29 ദിവസം വരെ ആയിരിക്കും നമുക്ക് TCM ഉണ്ടാവുക. അപ്പോൾ TCMന് കുറച്ച് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. TCM is comprised of one face-to-face visit within the specified time frames in combination with non-face-to-face services that may be performed by the physician or other qualified healthcare professional or licensed clinical staff under OR's direction. അപ്പം നമ്മൾ TCMൽ 1 face-to-face വിസിറ്റ് വേണം. ഒരു ടൈം ഫ്രെയിം പറയുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഇപ്പോൾ 29 ഡേയ്സ് എന്ന് പറയുന്ന ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു 1 face-to-face വിസിറ്റ് വേണം വിത്ത് നോൺ face-to-face സർവീസസ്. പിന്നെ അതിൻ്റെ കൂടെ നോൺ face-to-face സർവീസസ് ആണ്. നോൺ face-to-face സർവീസസ് നമുക്ക് അവിടെ ഇരിക്കുന്ന ഫിസിഷ്യനോ, അതായത് ഡൊമിസിലറിയിലൊക്കെ ഇരിക്കുന്ന ഫിസിഷ്യന് കൊടുക്കാം, അല്ലെങ്കിൽ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് കൊടുക്കാം, അല്ലെങ്കിൽ ലൈസൻസ്ഡ് ക്ലിനിക്കൽ സ്റ്റാഫ്, ഓക്കെ, അണ്ടർ ഓർ ഹിസ് ഓർ ഡയറക്ഷൻ, അവിടുത്തെ ഡോക്ടറിൻ്റെ ഡയറക്ഷൻസിനനുസരിച്ചിട്ട് ഒരു ലൈസൻസ്ഡ് ക്ലിനിക്കൽ സ്റ്റാഫിനും എന്ത് ചെയ്യാം, TCM കൊടുക്കാം. അപ്പോൾ
അപ്പോൾ 1 ഫേസ് ടു ഫേസ് സർവീസ് നിർബന്ധമാണ്, ബാക്കി സർവീസസൊക്കെ നോൺ ഫേസ് ടു ഫേസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വേറൊരു പോയിൻ്റ്, ഒരു ചെറിയൊരു ടേബിൾ ഉണ്ട്, നമ്മൾ പറയാം. അതിൻ്റെ മുന്നേ only 1 individual may report these services and only once per patient within 30 days of discharge. അപ്പോൾ അറ്റ് എ ടൈമിൽ ഒരു ഡോക്ടർക്ക് ഒരു TCM മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, ഒരു പേഷ്യൻറ്റിന് മാത്രമേ TCM കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, 2-3 പേഷ്യൻസിനൊന്നും അറ്റ് എ ടൈമിൽ TCM കൊടുക്കാൻ പറ്റില്ല. ഒറ്റ ടൈമിൽ ഒരു പേഷ്യൻറ്റിന് മാത്രമേ TCM റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കോഡ് നോക്കുക, 99495 TCM ആണ്. റിക്വയർഡ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേഷൻ പറയുന്നുണ്ട്. ഡയറക്റ്റ് കോൺടാക്റ്റ് ആവാം, ടെലിഫോൺ ആവാം, ഇലക്ട്രോണിക് ആവാം, വിത്തിൻ 2 business days ഓഫ് ഡിസ്ചാർജ്. അപ്പോൾ ഡിസ്ചാർജ് ചെയ്തിട്ട് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ദെൻ MDM ലീസ്റ്റ് മോഡറേറ്റ് കോംപ്ലക്സിറ്റി ആണ് ഡ്യൂറിങ് ദ സർവീസ്. ദെൻ ഫേസ് ടു ഫേസ് വിസിറ്റ് ഉണ്ടാവണം എന്ന് പറഞ്ഞിരുന്നു നമ്മൾ, വിത്തിൻ 14 calendar days ഓഫ് ഡിസ്ചാർജ്. ഡിസ്ചാർജ് ചെയ്ത് 2 ആഴ്ചക്കുള്ളിൽ അല്ലേ, 14 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു ഫേസ് ടു ഫേസ് വിസിറ്റും വേണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ 495 എടുക്കുക. 496 നമുക്ക് കമ്മ്യൂണിക്കേഷൻ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ കമ്മ്യൂണിക്കേഷൻ വേണം. MDM ഇവിടെ ഹൈ കോംപ്ലക്സിറ്റി ആണ് പറയുന്നത്. ഫേസ് ടു ഫേസ് വിസിറ്റ് നമുക്ക് 7 days, അതായത് ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ഫേസ് ടു ഫേസ് വിസിറ്റും നടന്നിരിക്കണം. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ആ ടേബിൾ നോക്കുക. ടേബിളിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഒരു പേഷ്യൻറ്റ് കോംപ്ലക്സിറ്റി പറയുന്നത് ഹൈ കോംപ്ലക്സിറ്റിയാണ് പറയുന്നത്. പക്ഷേ പേഷ്യൻറ്റ് പോയി ഡോക്ടർ ഫേസ് ടു ഫേസ് വിസിറ്റ് നടത്തുന്നത് 10th day ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ ടേബിൾ എടുക്കുമ്പോൾ അത് തെറ്റിപ്പോവില്ല. ഹൈ കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് 496 എടുക്കാനാണ് തോന്നുക, പക്ഷേ ഇവിടെ 10 days ആണ് നമുക്ക് ഫേസ് ടു ഫേസ് വിസിറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് മാച്ച് ചെയ്താൽ മതി. ഹൈ കോംപ്ലക്സിറ്റിൻ്റെയും 8 to 14 daysൻ്റെയും രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് രണ്ടും കൂടെ കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? 99495 ആണ്. അപ്പോൾ അത് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ടേബിൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ആ കോഡ് സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, TCM ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത്രയാണ് നമുക്ക് ENTM വരുന്നത്. വലിയ ചാപ്റ്ററാണ് ENTM എന്ന് പറയുന്നത്, പക്ഷേ കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ഈ തിയറി പാർട്ടുകൾ കുറച്ചൊന്ന് വായിക്കണം, വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി കഴിഞ്ഞാൽ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ബാക്കി ഞാനിപ്പോൾ ലാസ്റ്റ് കുറച്ചിപ്പോൾ പോർഷൻസൊക്കെ, ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ കുറച്ചധികം പോർഷൻസ് ഉള്ളതുകൊണ്ടാണ്, ഇനിയും വലിച്ച് നീട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റിൽ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് കേൾക്കുക. പിന്നെ ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട് പേഴ്സണലി ചോദിക്കാം. ഓക്കെ, പറഞ്ഞു തരാം. സോ താങ്ക് യു.